ഇന്ത്യൻ അതിർത്തി ഗ്രാമമായ ഗിംഗലിൽ, അതായത് ബാരാമുള്ളയ്ക്കും ഉറിക്കുമിടയിലുള്ള പ്രദേശമാണ് ഈ ഗിംഗൽ എന്ന് പറയുന്നത്. അവിടെ പാകിസ്ഥാനിൽ നിന്ന് രൂക്ഷമായ ഷെല്ലാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. 2000-ഓളം പേർ താമസിക്കുന്ന അതിർത്തി ഗ്രാമം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിജനമാണ്. ആദിൽ പാലോട് ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്നും, ഗിംഗലിൽ, ഉറിക്കും ബാരാമുള്ളയ്ക്കും ഇടയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഗിംഗൽ. ആ ഗിംഗലിൽ ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട്. ആദിൽ പാലോടും ഒപ്പം മനു ബാലകൃഷ്ണനും അല്പസമയം മുമ്പ് അവിടെ പോയിരുന്നു. മനു ബാലകൃഷ്ണൻ ആദിൽ പാലോടും അവിടെ നിന്നും കണ്ട കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി വരാം. അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷമായതോടെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതാണ്, പലായനം ചെയ്യുന്നതാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച. ബാരാമുള്ളയ്ക്ക് സമീപമുള്ള ഗിംഗൽ എന്ന ഗ്രാമത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഈ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ കാട്ടിത്തരുന്നുണ്ട്. ഇവിടെ മുഴുവൻ നിറയെ വീടുകളാണ്. പക്ഷേ ഈ വീട്ടിലൊന്നും ആളുകളില്ല എന്നതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. പല വീടുകളിലും ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. ഷെല്ലിങ്ങിൽ പല വീടുകളും തകർന്നു. ഒരു രാത്രി പേടിയോടെ കഴിഞ്ഞ ശേഷം അവർ പലരും ശ്രീനഗറിലേക്കും ബാരാമുള്ളയിലേക്കും ഒക്കെ ബന്ധുവീടുകളിലേക്ക്, അയൽവാസികളുടെ ബന്ധുവീടുകളിലേക്ക് അങ്ങനെ മാറി താമസിക്കുകയാണ്. സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് വീടും നാടും ഉപേക്ഷിക്കേണ്ടി വരുന്ന ആളുകളുടെ ജീവിതം കൂടിയാണ് അതിർത്തിയിൽ നമ്മൾ കാണുന്നത്. പാകിസ്ഥാൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയാൻ ഒരു സങ്കോചവും വേണ്ട. മാത്രമല്ല, ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെങ്കിൽ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതാകട്ടെ സാധാരണ ജനങ്ങളെയാണ്, അതിസാധാരണക്കാരായ ജനങ്ങൾ. ഇവിടെയുള്ളവർ ഈ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവിടെയുള്ള ആളുകൾ കാലികളെ വളർത്തി ജീവിക്കുന്നവരാണ്, ആടുകളെ വളർത്തി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള അതിസാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെയാണ് പാകിസ്ഥാൻ ഈ വിധത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നമുക്ക് കാണാം, ഷെൽ പതിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ചുമരുകളിൽ ഷെൽ പതിച്ചു. കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം കരയുകയായിരുന്നു എന്നാണ് ഇവിടെ ഒറ്റപ്പെട്ട ആളുകളെ കണ്ടപ്പോൾ പറയുന്ന ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. ക്യാ നാം ക്യാ आपका? ताहिर जी. ये कितना आबादी है यहाँ पे? पूरे उड़ी में? उड़ी नहीं, ये जगह में, ये गांव में लगभग 2000 से 2000 तक. 2000 जी जी. 2000-ലധികം ആളുകൾ ഇവിടെ താമസമുണ്ട് എന്നാണ് പറയുന്നത്. अभी क्या है, क्या हालत तो सिचुएशन जो है पूरी इस टाइम ख़राब ही है. जो भी यहाँ से चले गए हैं, श्रीनगर, बारामूला, इधर उधर दाएं बाएं हो गए. यहाँ पे इस गांव में आपको जी सारा खाली, 90% तो खाली हो गए. यहाँ से सब चले गए क्योंकि यहाँ पे रात को जो शेलिंग हुई बहुत ज़्यादा है दोनों तरफ से. जी सब डर के मारे चले गए यहाँ से. अब यहाँ पे कोई भी नहीं, मैक्सिमम यहाँ पे कोई नहीं मिलेगा आपको. जी हाँ, सब चले गए यहाँ से डर के मारे. अब तो जान बचानी है सब ने, तो इसलिए चले गए सभी. ഇവിടെയുള്ളവർക്ക് വലിയ പേടിയായിപ്പോയി. സാധാരണ ജനങ്ങളാണ്. 2000-ലധികം ആളുകളുള്ള ഒരു ഗ്രാമമാണ് ഗിംഗൽ എന്ന ഗ്രാമം. ആ ഗ്രാമത്തിലാണ് റിപ്പോർട്ടർ TV സംഘം ഉള്ളത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ബാരാമുള്ളയിലെയും ഉറിയിലെയും പൂഞ്ചിലെയും അടക്കം, ഈ നമ്മൾ കുപ്വാരയിലടക്കം നമ്മൾ തന്നെ നേരിട്ട് ചെന്ന് കണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചൗക്കിബൽ, സലാമാബാദ്, തില്ലേവാടി, അങ്ങനെ പല ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴുള്ള സ്ഥിതി, ആളുകൾ കൂട്ടമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്നവരുടെ വീട് ഉപേക്ഷിച്ച്, നാടുപേക്ഷിച്ച്, ജോലി ഉപേക്ഷിച്ച്, അവരുടെ സമ്പത്ത് ഉപേക്ഷിച്ച് പോകുന്നതാണ് കാഴ്ച. ഇതാണ് പാകിസ്ഥാൻ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നതിൻ്റെ നേർചിത്രം നമ്മൾ കാണിക്കുകയാണ്. ഇവർക്കൊക്കെ ആവശ്യമായ സുരക്ഷാ സംവിധാനം, ഇവർക്ക് ആവശ്യമായ എല്ലാ സഹായവും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും എടുത്തു പറയണം. ഗിംഗൽ എന്ന കശ്മീരി ഗ്രാമത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ കശ്മീർ.